മുഖ്യമന്ത്രി ചർച്ചകളിൽ വി ഡി സതീശന് പിന്തുണയുമായി മുസ്ലിം ലീഗ്. സർവേകളിൽ വി ഡി സതീശനുള്ള പിന്തുണ ജനങ്ങളുടെ അഭിപ്രായമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. MLA-മാരുടെ അഭിപ്രായം തേടി ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. മുഖ്യമന്ത്രി തർക്കത്തിൽ ആരെയും പിന്തുണയ്ക്കാനില്ലെന്ന് നിലപാടെടുത്തിരുന്ന മുസ്ലിം ലീഗ് ഒടുവിൽ മനസ്സു തുറക്കുമ്പോൾ പിന്തുണ വി ഡി സതീശന്. തർക്കം മുറുകി ഹൈക്കമാൻഡ് അഭിപ്രായം ആരാഞ്ഞാൽ ലീഗ് സതീശനെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പായി. എക്സിറ്റ് പോളിലൂടെ പുറത്തുവന്നത് ജനഹിതമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി കാര്യത്തിൽ ജനങ്ങളുടെ വികാരം മാനിച്ചാകും ഹൈക്കമാൻഡ് നിലപാടെന്നും നേതൃത്വം. അതങ്ങനെ തന്നെയാണല്ലോ, ആളുകൾ ആ രീതിയിൽ വിലയിരുത്തുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളിൽ തന്നെയാണല്ലോ വന്നിട്ടുള്ളത്. അതിപ്പോൾ ഞങ്ങൾ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. അവർ ജനവികാരത്തെയൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. കോൺഗ്രസ് ആണല്ലോ UDF-നെ നിലനിർത്തുന്നതിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. അപ്പോൾ UDF-നെ നിലനിർത്തുന്ന കാര്യത്തിലും ഭരണം മെച്ചപ്പെടുന്ന കാര്യത്തിലൊക്കെ കോൺഗ്രസിന് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. മുഖ്യമന്ത്രിയെ MLA-മാരുടെ അഭിപ്രായം തേടി ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. മുഖ്യമന്ത്രി ചർച്ച മാധ്യമങ്ങൾ നടത്തുന്നത് അനവസരത്തിൽ. വ്യക്തമായ കീഴ്വഴക്കം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, നടപടിക്രമമുണ്ട്. അത് പാലിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ഞങ്ങൾ നിശ്ചയിക്കും, അത് പ്രഖ്യാപിക്കും. എല്ലാ ഭാഗങ്ങളും കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസിലെ വിജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് ആരായും ഹൈക്കമാൻഡാണ് അന്തിമമായിട്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വി ഡി സതീശന് പിന്തുണ നൽകിയതിനു പിന്നാലെ കോൺഗ്രസിലെ ഒരു വിഭാഗം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. എക്സിറ്റ് പോളുകളോട് വി ഡി സതീശൻ ഇന്ന് പ്രതികരിച്ചില്ലെന്നതും ശ്രദ്ധേയമായി. ഇതിനിടെ വി ഡി സതീശനെതിരായി മൂവാറ്റുപുഴയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം സതീശന് അനുകൂലമായി മൂവാറ്റുപുഴയിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.